തിരുവനന്തപുരം കഴക്കൂട്ടം കാരോട് ബൈപ്പാസിൽ ടൂറിസ്റ്റ് ബസിന് തീപിടിച്ചു. ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന ബസിനാണ് തീപിടിച്ചത്. യാത്രക്കാരെ സുരക്ഷിതമായി രക്ഷപ്പെടുത്തി. ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. 10 മണിക്ക് രാത്രി 10 മണിക്കല്ലേ? എത്ര മണിക്കാണ് സാധാരണ എടുക്കേണ്ടത്? സൈഡ് ഗ്ലാസ് പൊട്ടിച്ചിറങ്ങിയവരുണ്ട്. ആർക്കും അങ്ങനെ പരിക്കേട്ടൊന്നുമില്ല. 2-3 പേരൊക്കെ തറയിൽ വീഴുന്ന് ചാടിയെടുത്ത് വീഴുന്നു. അതേ ഉള്ളൂ, അല്ലാതെ വേറെ അങ്ങനെ ആൾക്കാർക്ക് പരിക്കില്ല. MG പ്രതീഷാണ് ചേരുന്നത് വിവരങ്ങളുമായി. പ്രതീഷ്, ഈ ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് പ്രാഥമിക വിവരം എത്തുന്നു. യാത്രക്കാർക്ക് ആർക്കും തന്നെ പരിക്കില്ല, തീരെ പരിക്കില്ല എന്നുള്ള കാര്യം അത് വ്യക്തമാണല്ലോ അല്ലേ? അസ്മിത, തീർച്ചയായും അതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. വലിയൊരു അപകടമായിരുന്നു. തലനാരിഴയ്ക്കാണ് വലിയ ദുരന്തമുണ്ടായത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ അപകടമുണ്ടായ സ്ഥലത്താണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ പാറശാലയ്ക്ക് സമീപമുള്ള തിരുപുറം ബൈപ്പാസിന്റെ ഭാഗമാണ്. ഈ ഭാഗം ഇവിടെ വെച്ചാണ് ഈ ടൂറിസ്റ്റ് ഈ ബസ്സിന് തീ പടരുന്നത്. ഈ ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്രക്കാരുമായി വന്ന ഈ ബസ്സാണ്, ടൂറിസ്റ്റ് ബസ്സിനാണ് തീ പിടിച്ചത്. ഈ ബസ്സിന്റെ മുൻഭാഗത്ത് നിന്ന് പുക ഉയരുന്നത് കണ്ടാണ് ഈ ബസ് ജീവനക്കാർ ബസ് നിർത്തുകയും തുടർന്ന് യാത്രക്കാരെ പുറത്തിറക്കുകയും ചെയ്തത്. ഏകദേശം 20ഓളം യാത്രക്കാർ ഈ ബസ്സിൽ ഉണ്ടായിരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഈ ഷോർട്ട് സർക്യൂട്ടാണ് ഈ ഒരു അപകടത്തിലേക്ക് നയിച്ചതിന്റെ ഒരു പ്രാഥമിക നിഗമനമായി ഈ ജീവനക്കാരടക്കം പറയുന്നത്. മറ്റ് ഒരു പകരം സംവിധാനം ഏർപ്പെടുത്തിയാണ് ഇതിലുണ്ടായിരുന്ന യാത്രക്കാരെ ഇവിടെ നിന്നും മാറ്റിയിട്ടുള്ളത്. നിലവിൽ യാത്രക്കാർക്ക് ആർക്കും തന്നെ പരിക്കില്ല. ഈ പൂവാറിൽ നിന്നുൾപ്പെടെ ഫയർഫോഴ്സ് സംഘം എത്തിയാണ് ഈ തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഈ ഡ്രൈവർ ക്യാബിനും മുൻവശം അടക്കം പൂർണ്ണമായും ഈ കത്തിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ എത്രയും പെട്ടെന്ന് തന്നെ ഈ ബസ്സിലെ ജീവനക്കാരുടെ സമയോചിതമായ ഒരു ഇടപെടൽ കൊണ്ടാണ് വലിയ ദുരന്തം ഒഴിവായിട്ടുള്ളത്. ഈ ബസ്സിലെ ജീവനക്കാർ തന്നെ ഇപ്പോൾ 24-നോടൊപ്പം ഉണ്ട്. ചേട്ടാ, എങ്ങനെയാണ് ഇത് തീ കത്തുന്നത്? വണ്ടി നമ്മളിപ്പോൾ റെഗുലറായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. അതായത് ട്രിവാൻഡ്രം ബാംഗ്ലൂർ സ്ലീപ്പർ വണ്ടിയാണ്. അത് നിയമാനുസൃതമായിട്ടുള്ള സംഭവത്തിൽ അതിൽ സ്പീഡ് തന്നെ അതിൻ്റെ 80 കിലോമീറ്ററാണ്. അതിൻ്റെ 80 കിലോമീറ്ററാണ് ഇന്ത്യൻ നിയമപ്രകാരം. ഇപ്പം 80 കിലോമീറ്ററിനപ്പുറത്തേക്ക് വണ്ടി പോകാൻ പാടില്ലെന്നുള്ള സ്പീഡിൻ്റെ ലിമിറ്റേഷനുള്ള വണ്ടിയാണ്. അപ്പോൾ പുതിയ വണ്ടി കമ്പനിയിൽ നിന്ന് ഇറങ്ങിയാൽ പോലും ആ രീതിയിലാണ് ചെയ്തു വരുന്നത്. അപ്പോൾ ഓവർ സ്പീഡോ അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ല. എന്താ ഉണ്ടായി? നിങ്ങൾ എങ്ങനെ കാണും? വണ്ടിയിൽ ആദ്യം വരുന്നൊരു പുകയാണ് വരുന്നത്. പുക വന്നപ്പോൾ തന്നെ ഡ്രൈവർ വണ്ടി ഒതുക്കിയതിന് ശേഷം അടുത്ത ചെയ്ത് തന്നെ വണ്ടിയിലുള്ള പാസഞ്ചേഴ്സിനൊക്കെ ബുദ്ധിമുട്ട്. കാര്യം സ്ലീപ്പർ വണ്ടി ആയതുകൊണ്ട് ഫുൾ ഫിക്സ്ഡ് ഗ്ലാസ് ആയതുകൊണ്ട് അകത്ത് ഈ പുക കയറി കഴിഞ്ഞാൽ അവർക്ക് മൊത്തത്തിൽ വെന്റിലേഷൻ പ്രശ്നം വരുന്നുള്ളതുകൊണ്ട് നമ്മൾ ആൾറെഡി എമർജൻസി ഡോറെല്ലാം പ്രോപ്പറാണ്, എല്ലാം തുറന്നു. ആൾക്കാരെല്ലാം 10-20ഓളം ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവരും പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് നൽകിയത്.